കാട്ടാനഭീതി ഒഴിയാതെ ചിന്നക്കനാൽ നിവാസികൾ. ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിത്തുടങ്ങിയതോടെ വീടുകളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഓരോ വർഷവും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട്. അരിക്കൊമ്പനെ കാട് മാറ്റുകയും മുറിവാലൻ ചൊരിയുകയും ചെയ്തതോടെ ചിന്നക്കനാലിലെ കാട്ടാന ശല്യം നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ ചൂട് അധികമായതിനാൽ ആനകൾ നിലവിൽ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നാശം വിധിക്കുന്നതിനൊപ്പം അപകടകാരിയായ ചക്കക്കൊമ്പനും പതിവായി കാട് വിട്ട് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 301-ൽ 2 വീടുകൾ ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. ഓരോ തവണ കാട്ടാനകൾ ഇറങ്ങുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നാശമാണ് ഉണ്ടാകുന്നത്. കൃത്യമായ നഷ്ടപരിഹാരവും ലഭിക്കാറില്ല െന്ന് നാട്ടുകാർ പറയുന്നു. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ കടം അടയ്ക്കാനുണ്ട്, എന്തെടുത്ത് വെച്ച് അടയ്ക്കും? ബാങ്കുകാർ നോട്ടീസും വിട്ടതിൻ്റെ പുറകായി കടാശ്വാസ കമ്മീഷനിൽ പോയി പരാതി കൊടുത്തു കഴിയുന്ന അത് നമ്മുടെ അവസ്ഥ എന്നാന്ന് അവർ ചോദിച്ചറിയുന്നില്ല. നിങ്ങൾ പലിശ കൊടുക്കണ്ട, മുതലങ്ങ് നടത്തും. ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്നും കൊടുക്കുന്നു? പറമ്പെന്ന് വല്ലതും കിട്ടിയിട്ടുമുണ്ട്. ഒരു തരത്തിലും ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അതുപോലെ തന്നെ ഒരു ആശുപത്രി കേസ് വന്ന അവിടുന്ന് 8 കിലോമീറ്റർ 10 മിനിറ്റ് ചിന്നക്കനാലിൽ പോകണം. ഈ ആനയുള്ള കാരണം അതും വരികയില്ല, ഒരു വണ്ടിക്കാർ ആ സമയത്ത് വരികയില്ല. ഇങ്ങനെ എല്ലാം കൊണ്ട് ഒരു മാർഗവുമില്ല. അധികാരികൾക്കും സത്യത്തില്ല, എല്ലാവർക്കും മന്ത്രിയുള്ള അതിൻ്റെതായ വകുപ്പുണ്ട്, ആർക്കും വേണ്ട. ഇപ്പം ഇവിടുത്തെ സർക്കാരിനാണെങ്കിൽ ശുദ്ധരീതിയായിട്ട് കണക്കെടുത്തേക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ അത് അവരെ ഡെയിലി ആന വന്നുകൊണ്ടിരിക്കുമല്ലോ. ഒരു മൃഗത്തെ ഉദ്യോഗസ്ഥന്മാരെ ആന കൊല്ലുന്നുണ്ട്. വോട്ടിന്റെ സമയമാകുമ്പോഴല്ലേ ഒരു വീതം വെച്ചുകൊണ്ട് വരുള്ളൂ. ചിന്നക്കനാലിലെ കാട്ടാന ശല്യം ഒഴിവാക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളും നടപ്പിലാകുന്നില്ല. വനമേഖലയിൽ വന്യമൃഗങ്ങൾക്കായി ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം.